1986-ലുണ്ടായ മരണം. 2025-ൽ കോഴിക്കോട് കൂടരഞ്ഞിയിൽ പോലീസ് സ്റ്റേഷനിലെത്തി മുഹമ്മദ് അലി എന്നയാൾ നടത്തിയ വെളിപ്പെടുത്തലിലൂടെ അത് കൊലക്കേസായി മാറി. പിന്നാലെ ഒരു കൊലപാതകം കൂടി താൻ നടത്തിയെന്ന് വിളിച്ചു പറഞ്ഞു. കൊലയാളി വന്ന് കുറ്റസമ്മതം നടത്തിയിട്ടും മരിച്ചതാരെന്ന് കണ്ടെത്താനാകാതെ കുഴയുകയാണ് അന്വേഷണ സംഘം ഇപ്പോഴും. വിചിത്രമായ കാര്യങ്ങളാണ്. രണ്ടു കേസുകളിൽ ഒരേ സമയം പതിറ്റാണ്ടുകൾ പുറകിലേക്കും മുന്നിലേക്കും സഞ്ചരിക്കുകയാണ് തിരുവമ്പാടി പോലീസും ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും. മലപ്പുറം വേങ്ങര സ്വദേശിയായ മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി നടത്തിയ വെളിപ്പെടുത്തലുകളാണ് കേസുകൾക്ക് അടിസ്ഥാനം. തൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നാളുകളായി, അതിനാലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതെന്നാണ് മുഹമ്മദ് അലി പോലീസിനോട് പറഞ്ഞത്. 1986-ൽ കൂടരഞ്ഞിയിലെ തോട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണ്. അതായത് തൻ്റെ 15-ാം വയസ്സിൽ നടത്തിയ കൊലപാതകം. 2. 1989-ൽ കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്ത് ഒരാളെ മരിച്ച നിലയിൽ കണ്ടതും കൊലപാതകമാണ്. താനും മറ്റൊരാളും ചേർന്ന് നടത്തിയ കൃത്യം. വിവരം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ തിരുവമ്പാടി സ്റ്റേഷനിലേക്കും സിറ്റി പോലീസിലേക്കും പഴയ ഫയലുകൾ പൊടി തട്ടിയെടുത്ത് പരിശോധിച്ചു. മുഹമ്മദ് അലി പറഞ്ഞ 2 ദിവസങ്ങളിലും പറഞ്ഞ സ്ഥലങ്ങളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തിരുവമ്പാടിയിലും അന്നു വെള്ളയിൽ ഉൾപ്പെട്ട നടക്കാവ് സ്റ്റേഷനിലും അസ്വാഭാവിക മരണത്തിന് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പത്രങ്ങളിൽ വാർത്തകളും വന്നിട്ടുണ്ട്. പക്ഷേ 2 കേസുകളിലും മരണപ്പെട്ടവർ അജ്ഞാതരാണ്. കുറ്റം സമ്മതിച്ചെത്തിയ മുഹമ്മദ് അലിക്കും അറിയില്ല കൊല്ലപ്പെട്ടവർ ആരൊക്കെയാണെന്ന്. 1986-ൽ കൂടരഞ്ഞിയിൽ ദേവസ്യ എന്നാളുടെ പറമ്പിൽ കൂലിപ്പണിക്കെത്തിയ യുവാവിനെ തോട്ടിലേക്ക് തള്ളിയിട്ട് കൊന്നെന്നാണ് മുഹമ്മദ് അലിയുടെ മൊഴി. സ്ഥലമൊക്കെ ഒരുപാട് മാറിപ്പോയി. അന്ന് ഇവിടെ മുഴുവൻ വയലായിരുന്നു. ഇവിടെ ഈ തോട്ടിൽ ഈ ഭാഗത്താണ് ആ യുവാവിൻ്റെ മൃതദേഹം അന്ന് കണ്ടെത്തിയത്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ തിരച്ചിൽ നടത്തുകയായിരുന്നു. കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് വെള്ളത്തിൽ മൃതദേഹമെന്ന് കണ്ടെത്തിയത്. അന്ന് ആന്റണി ആയിരുന്നു, പിൽക്കാലത്താണ് മുഹമ്മദ് അലി ആയത്. അന്നത്തെ ആ 15-കാരനെയും 1 ദിവസം മാത്രം പറമ്പിൽ പണിയെടുത്ത പേരോ നാടോ അറിയാത്ത ആ യുവാവിനെയും ദേവസ്യ ഓർക്കുന്നുണ്ട്. ഏതാനും സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആ യുവാവ് പണി തേടി വന്നത്. മരിച്ചപ്പോൾ തിരിച്ചറിയാൻ ബന്ധുക്കളാരും എത്തിയിരുന്നില്ല. തുടർന്ന് അജ്ഞാത മൃതദേഹമായി സംസ്കരിച്ച് കേസിലെ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. ഒരു ദിവസം അവിടെ ജോലി ചെയ്തോളൂ. കല്ല് പൊട്ടിക്കാനായിരുന്നു വിളിച്ചിരുന്നേ. ഈ വെയിൽ കൊണ്ട് ഇത് പറ്റിയാലാതുകൊണ്ട് പുള്ളി പോയതായിരിക്കും എന്ന് ഞങ്ങൾ ഓർത്തത്. അപ്പോൾ ഇവരെ കൂട്ടുകാർ ഞായറാഴ്ച കൂട്ടാൻ വന്നായിരുന്നു. അന്നേരം അവരാ പറയണത് ഇവന് ഇങ്ങനെ അവസ്മാരത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ട് അവർ വന്നാൽ ഇങ്ങനെ വരാൻ പറയാമെന്നും പറഞ്ഞിട്ട് അവർ പോയി. പിന്നെ അവരെ പറ്റി ഒരു അഡ്രസ്സും ഇല്ല. ഇവനെ പറ്റി 3-ാം ദിവസമാണ് മനസ്സിലാകുന്നത് ഇയാളിങ്ങനെ അവിടെ മരിച്ചു കിടക്കുന്നതേ. കോഴിക്കോട് നഗരത്തിലെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന കാലം പണം തട്ടിയെടുത്തയാളെയാണ് വെള്ളയിൽ കടപ്പുറത്ത് വെച്ച് ബാബു എന്നയാൾക്കൊപ്പം ചേർന്ന് കൊലപ്പെടുത്തിയതെന്നാണ് 2ാമത്തെ കൊലയെക്കുറിച്ച് മുഹമ്മദ് അലി പറഞ്ഞത്. കൊല്ലപ്പെട്ടയാളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അന്ന് അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിനപ്പുറം കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെയും കൈവശമില്ല. മരിച്ചവരെ തിരിച്ചറിയാൻ പല മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു പോലീസ്. അതിനിടെ മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന സഹോദരന്റെ പ്രതികരണവും പോലീസ് പരിശോധിച്ചു വരികയാണ്. രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.